അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാസർ ഫൈസി കൂടത്തായിയുടെ പ്രഭാഷണം ശ്രവിച്ചവർക്കൊക്കെ അറിയാം. അദ്ദേഹം തൻ്റെ നിലനിൽപ്പിന് വേണ്ടി ശംസുലുലമ, മഹാനായ ശംസുലുലമയെ വരെ വലിച്ചിഴച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ വരെ കളവ് കെട്ടി ചമക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. ഇവിടെ കുറച്ച് ആളുകൾ കുറച്ച് നാളുകളായി സമസ്തയെ പിളർത്താനുള്ള പണികളാണ് അണിയറയിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഗൂഢസംഘം അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് പ്രത്യക്ഷത്തിൽ തന്നെ ബോധ്യപ്പെടും വിധത്തിലുള്ള സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക ഘടകങ്ങൾ വിളിച്ചു ചേർക്കുന്ന സംഘടനാ ചാനൽ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടികൾക്ക് സമാന്തരമായ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. സമസ്തയെ ദുർബലപ്പെടുത്താനും ജനങ്ങൾക്കിടയിലുള്ള അതിൻ്റെ വിശ്വാസ്യത, അതിൻ്റെ ജനസംവിധി തകർക്കാനും വേണ്ട പണികളെടുക്കാൻ മുന്നിൽ നിന്നുകൊണ്ട് മാധ്യമങ്ങളെയും അതുപോലെ ചില സ്റ്റേജുകളും പേജുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുമൊക്കെ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിഗൗരവമേറിയ കാര്യം ഉമ്മത്ത് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കാരണം ഇവരൊക്കെ കളവ് പറയാൻ മടിക്കാത്തവരാണെന്നും പറഞ്ഞ വാക്ക് താൽക്കാലിക ലാഭത്തിന് വേണ്ടി അതാത് സമയങ്ങളിൽ തോന്നുന്ന കാര്യങ്ങൾ വിളിച്ചു പറയുകയും പിന്നീട് അത് തിരുത്തി പറയുകയും ഒക്കെ ചെയ്യുന്ന തലത്തിലേക്ക്, തീരെ വാക്കിന് നിലവാരമില്ലാത്ത, വിലയില്ലാത്ത ഒരവസ്ഥയിലേക്ക് അധപ്പതിച്ചു പോകുന്ന ഒരു സംഗതിയാണ് ഈ അടുത്ത ദിവസങ്ങളിലായി കാണുന്നത്. നമ്മളൊക്കെ നേരത്തെ പഠിച്ചു മനസ്സിലാക്കി വച്ചതുപോലെ, ഇവരടക്കമുള്ള ആളുകളുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് കേട്ടു മനസ്സിലാക്കിയതുപോലെ, സമസ്തക്കെതിരെ ആരെല്ലാം വാളെടുത്തിട്ടുണ്ടോ ആ വാളിൻ്റെ വെട്ടേറ്റ് അതിൻ്റെ മൂർച്ചയറിഞ്ഞുകൊണ്ടാണ് അവരെല്ലാവരും ഈ ഭൂമി ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ളത്. അതിന് ചരിത്രം എമ്പാടും സാക്ഷിയാണ്. ഇന്ന് നോക്കൂ നിങ്ങൾ, മുസ്ലിം ലീഗ് പ്രസ്ഥാനം അതുപോലെ പാണക്കാട് കുടുംബം, ഈ രണ്ട് പ്രസ്ഥാനങ്ങളെയും ഒരു തട്ടിൽ പ്രതിഷ്ഠിച്ചിട്ട് അതിനെ ഒരു സാങ്കല്പിക ശത്രു എന്ന നിലക്ക് ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പ്രതിഷ്ഠിച്ച് തങ്ങളുടെ ഉദരപൂരണത്തിന് വേണ്ടി ഇവകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തങ്ങളുടെ മഈശത്തിന് വേണ്ടി തങ്ങളുടെ സ്റ്റേജുകൾക്കും പേജുകൾക്കും തങ്ങളുടെ നിലനിൽപ്പ് അറിയിക്കാനും തങ്ങളുടെ സാന്നിധ്യം മാലോകരെ ഇടക്കിടക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനൊക്കെ വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉമ്മത്തിൻ്റെ ഇടയിൽ വലിയ വിള്ളലുണ്ടാക്കാനല്ലേ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശൈഖുന ശംസുൽ ഉലമ മുസ്ലിം ലീഗിൻ്റെ ഓഫീസുകളെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആ പറഞ്ഞ വർത്തമാനമാണോ നാസർ ഫൈസി കൂടത്തായി എന്ന് പറഞ്ഞത്? ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ടോ സമസ്തയുടെ ഓഫീസുകളെല്ലാം മുസ്ലിം ലീഗിൻ്റെ ഓഫീസുകളാണ് എന്ന്? പച്ചക്കള്ളമല്ലേ ശംസുൽ ഉലമയുടെ പേരിൽ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഇയാളെപ്പോലെയുള്ള ആളുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു കാലത്ത് സമസ്തക്ക് വേണ്ടി, പാണക്കാട് കുടുംബത്തിന് വേണ്ടി ഒക്കെ ശബ്ദിക്കുകയും അതിനുവേണ്ടി ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ പ്രഭാഷണങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന ആളുകൾ, അവർക്ക് വേണ്ടത് മുഴുവൻ ഭൗതിക നേട്ടങ്ങൾ മുഴുവനും സമസ്തയെ വെച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ സ്രോതസ്സുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നേടിയതിൻ്റെ ശേഷം തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഇപ്പോൾ പാലമരം നഷ്ടപ്പെട്ടു പോയ പ്രേതാത്മാക്കളെ പോലെ കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി അവർക്ക് വേണ്ടി ആരാണോ വേദി നൽകുന്നത്, ആരാണോ സ്റ്റേജ് നൽകുന്നത്, ആരാണോ മൈക്ക് നൽകുന്നത്, അവർക്ക് വേണ്ടി കുടലൂതുന്ന പ്രവർത്തനമല്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇത് വളരെ ഗൗരവമുള്ള സംഗതിയല്ലേ? നോക്കൂ നിങ്ങൾ, പാണക്കാട് കുടുംബം കേരളീയ പൊതുസമൂഹം, മുസ്ലിങ്ങൾ മാത്രമല്ല കേരളീയ സമൂഹം വരെ വളരെ ഭക്ത്യാദരപൂർവ്വം നോക്കിക്കാണുന്ന ഒരു കുടുംബമല്ലേ? ആ കുടുംബത്തിൻ്റെ ഉപ്പും ചോറും തിന്ന് ദർസ് പഠനം നടത്തി വന്ന ഇദ്ദേഹം ഇന്ന് പാണക്കാട്ടെ സുഹൃതം വിളിച്ചു പറയുന്നതിന് വേണ്ടി മാത്രമായി വേദി കെട്ടി ആ പാണക്കാട് കുടുംബം നേതൃത്വം നൽകുന്ന മുസ്ലിം ലീഗിൻ്റെ മഹത്വം വാഴ്ത്തി പറയുന്നതിന് വേണ്ടി മാത്രം സമസ്തയുടെ വേദികൾ ഉപയോഗപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കാപട്യം മനസ്സിലാക്കാൻ നമ്മൾ അദ്ദേഹത്തിൻ്റെതായി ഡിജിറ്റൽ എവിഡൻസായി പുറത്തു വന്നിട്ടുള്ള ചില വർത്തമാനങ്ങൾ നമ്മൾ കേട്ടതല്ലേ? ഇവരുടെ കാപട്യത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ ഇതിനപ്പുറം എന്താ വേണ്ടത്? പാണക്കാട്ടെ തങ്ങളെക്കുറിച്ചുള്ള ക്ലിപ്പ് അന്വേഷിച്ചുകൊണ്ട് ഓരോ ഗ്രൂപ്പാന്തരം അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ആളുകളുടെ കയ്യിലുണ്ടോ എന്ന് അന്വേഷിച്ച് ആ പാണക്കാട്ടെ തങ്ങളെ, പാണക്കാട് തങ്ങന്മാരെ മുഴുവൻ പറയിപ്പിക്കുന്ന തങ്ങളാണ് ഈ തങ്ങൾ എന്ന് പറഞ്ഞ് വളരെ മോശമായി തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ടും തങ്ങളുടെ ായി പുറത്തു വന്നു എന്ന് പറയപ്പെടുന്ന ചില വീഡിയോ അതുപോലെ മറ്റു ഫോട്ടോസുകളുമൊക്കെ ചോദിച്ചന്വേഷിച്ച് അതൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് പാണക്കാട്ടെ തങ്ങളെ അവമതിക്കുന്നതിന് വേണ്ടി പണിയെടുത്തയാൾ. അന്ന് അദ്ദേഹത്തിൻ്റെ പക്ഷം വേറെയാണ്. ഇന്ന് ആ പക്ഷത്തെ മുഴുവൻ ശത്രുപക്ഷത്ത് നിർത്തുമ്പോൾ ഇതേ പാണക്കാട്ടെ തങ്ങളെ മഹത്വം പറയുന്നു. ഇതിനല്ലേ പക്ക കാപ്പട്യം എന്ന് പറയുന്നത്? ഈ കാപ്പട്യം എന്തിനാണ്? ഇത് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണല്ലോ. തങ്ങളുടെ നിലനിൽപ്പ്, തങ്ങൾക്കാരാണ് സ്റ്റേജ് തരുന്നത്,
തങ്ങൾക്കാരാണ് അവസരം തരുന്നത്? അവരുടെ വേദികളിൽ പോയി അവർക്ക് വേണ്ടി അവരുടെ ആശയങ്ങളുടെ വക്താക്കളാക്കി ഈ പ്രസംഗിച്ച് നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ഒരു ദാഇക്ക് ചേർന്ന തരത്തിലുള്ള പ്രവർത്തനമാണോ? ഇതെല്ലാം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണോ? ഇവിടെ പാണക്കാട് ഖാദി ഫൗണ്ടേഷൻ വന്നു. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ നേരത്തെ പാണക്കാട് തങ്ങന്മാർ ഖാദിമാരായിട്ടുള്ള മഹല്ലത്തുകളുടെ ഏകീകരണം വേണമെന്നുള്ള അഭിപ്രായം ഉയർന്നു വന്നതായി നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, നേരത്തെ കേട്ടിട്ടുണ്ട്. അതൊരു സുപ്രഭാതത്തിൽ വന്നതല്ല. തീർച്ചയായും അനിവാര്യമായ ഒരു സംഘ സംവിധാനം കൂടിയാണത്. കാരണം ഒരുപാട് മഹല്ലത്തുകളുടെ, നൂറുകണക്കിന് മഹല്ലത്തുകളുടെ ഖാദി കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ ഖലാഇൻ്റെ വിഷയങ്ങൾ, തൗലീത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതിനൊരു ഏകോപന സമിതി ഉണ്ടാകുന്നത് നല്ലതാണ്. അത് വച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഖലാഉമായി ബന്ധപ്പെട്ട് മാസപ്പിറവിയും നിക്കാഹും ത്വലാഖുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കെല്ലാം ഇറങ്ങിച്ചെല്ലാനും ഇടപെടാനും കാര്യങ്ങൾ തങ്ങളെ സമീപിക്കുന്നവർക്ക് കുറച്ചുകൂടെ സുതാര്യമായി സൗകര്യപ്രദമായ നിലക്ക് കാര്യങ്ങൾ നിർവഹിക്കാനും ഒക്കെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നതിന് എന്താണ് തെറ്റ്? അത് നേരത്തെ ആലോചനയിലുള്ളതായിരുന്നല്ലോ. നേരത്തെ ഒരു സഹപ്രവർത്തകൻ ഈ അടുത്ത കാലത്ത് പങ്കുവച്ചു. ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഖലാഇന് വേണ്ടി വരുന്ന സന്ദർഭത്തിൽ തന്നെ അന്ന് ഈ ഖാദി ഫൗണ്ടേഷന്റെ ചർച്ച ഉയർന്നു വന്നിട്ടില്ല. ആ ഘട്ടത്തിൽ പോലും തങ്ങൾ ഒരു ഫോം കൊണ്ടുവന്നിരുന്നു. അതിൽ ഈ ഒരു ഇന്നത്തെ പോലെ ഒരു പേര് കൊണ്ട് അറിയപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ആ കുടുംബം ഖാദിമാരായി നിൽക്കുന്ന മഹല്ലുകളുടെ കൂട്ടായ്മക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നേരത്തെ നടന്നിരുന്നു. അതൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല എന്ന് അദ്ദേഹം തൻ്റെ അനുഭവത്തിൽ നിന്ന് എന്നോട് നേരിട്ട് പങ്കുവെക്കുകയുണ്ടായി. എന്നാൽ നോക്കൂ നിങ്ങൾ, അനിവാര്യമായ ഘട്ടത്തിൽ അങ്ങനെ രൂപീകരിക്കേണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയിപ്പോവുകയാണല്ലോ. സ്വാഭാവികമായും തിരക്ക് പിടിച്ച ഓട്ടങ്ങൾക്കിടയിൽ തങ്ങളുമായി ബന്ധപ്പെട്ട ദൗത്യ നിർവഹണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ ഖലാ മഹല്ലത്തിൻ്റെ ഖാദിസ്ഥാനം എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ കൃത്യനിർവഹണത്തിന് വേണ്ടി ഒരു കോർഡിനേഷൻ രൂപീകരിക്കേണ്ട ഒരു ഘട്ടം വന്ന സമയം, ആ സമയം അത് രൂപീകരിച്ച് സുതാര്യമായി വളരെ മനോഹരമായി മഹല്ല് സംവിധാനങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ട് പോകേണ്ട ഒരു സന്ദർഭത്തിൽ അതിൻ്റെ പ്രചാരകരെന്ന വേഷത്തിൽ വന്നുകൊണ്ട് അതിനെയും തകർക്കുന്ന രീതിയല്ലേ മുന്നിൽ നിന്ന് കണ്ടത്? അപ്പോൾ ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങളുടെ ഇൽമിനെ കുറിച്ചായി പിന്നെ ചർച്ച. തങ്ങൾ ആലിമല്ല എന്ന് പറയുന്നിടത്തേക്ക് ചർച്ചയെത്തി. ആലിമല്ലാത്ത തങ്ങളെ മുഷാവറയിൽ എടുത്തെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സാങ്കല്പികമായ ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യത്തിൻ്റെ മതിലുകൾക്കിടയിൽ വിള്ളലുകൾ ഉണ്ടാക്കി പുതിയ ഭിത്തി കെട്ടിപ്പടുക്കുന്ന തരത്തിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായി പോകേണ്ട ഒരു കൂട്ടായ്മയെ പൊളിച്ചടുക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് തെറ്റാകില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. പൊളിച്ചടുക്കി കൊടുത്തു, വേദി കെട്ടി അതിന് പല ഭാഗങ്ങളിൽ അതിന് സംവിധാനങ്ങൾ എന്ന നിലക്ക്, അതിൻ്റെ സംഘ സംവിധാനം എന്ന നിലക്കൊക്കെ കൊണ്ടുവന്നിട്ട് വിദഗ്ധ ആശയക്കാരായ ആളുകളെ പോലും അതിൻ്റെ കോർഡിനേഷനിൽ കൊണ്ടുപോയിട്ടു ഇല്ലേ? പല ജില്ലകളിൽ നമ്മൾ ആ അപാകതകൾ കേട്ടില്ലേ? ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഈ ഒരു സംഘമുണ്ടല്ലോ, ഈ ഒരു കുറു സംഘമുണ്ടല്ലോ, ഈ മുന്നണിയുണ്ടല്ലോ, ആ മുന്നണി ഈ ഉമ്മത്തിനെ തകർക്കും. അവർക്കൊക്കെ അല്ലാഹു തആല നൽകിയിട്ടുള്ള കഴിവുകൾ ഒരു കാലത്ത് സമസ്തക്ക് വേണ്ടി വിനിയോഗിച്ചിരുന്നുവെങ്കിൽ സമസ്തയുടെ എല്ലാ ചാനലുകളും ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് വളരാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും അത് മുതലാക്കിയിട്ടുണ്ടെങ്കിൽ, ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത് നേരെ സമസ്തക്ക് വേണ്ടി, സമസ്തക്കെതിരിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി മഹാന്മാരായ ആളുകളുടെ കറാമത്ത് തള്ളിപ്പറയാൻ ഒരു മടിയുമില്ല, ഒരു ഉളുപ്പില്ലാതെ അത് പുറത്തു പറയാൻ ധൈര്യപ്പെടുകയാണ്. അതുപോലെ മഹാന്മാരുടെ പേരിൽ കളവ് കെട്ടിച്ചമച്ചുണ്ടാക്കാൻ യാതൊരു മടിയും ഉളുപ്പുമില്ലാതെ രംഗപ്രവേശം ചെയ്യുന്ന രീതിയാണ് കണ്ടുവരുന്നത്. അഭിമന്യരായ സാദാത്യങ്ങളെ അവമതിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിൽ പരിശ്രമം നടത്തിയവർ ഇന്ന് അവരുടെ പേരിൽ പൂങ്കണ്ണീരൊഴുക്കിക്കൊണ്ട് ഈ ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശതമാനം അതിൻ്റെ ആശയാദർശങ്ങളിൽ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഉണ്ടാക്കിയ ആ ഒരേ രൂപത്തിൽ പോരുന്ന ഷെയ്ഖുനാ ശംസുൽ ഉലമയെയും കണ്ണിയത്തുസ്താദിനെയും ഒക്കെ അനുധാവനം ചെയ്യുന്ന അതേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തകർക്ക് ഇതെല്ലാം തിരിച്ചറിയാനുള്ള ശേഷിയുണ്ട്. ആമാശയത്തിന് വേണ്ടി ആശയം പണയം വെക്കുന്നവരെ തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള ശേഷിയുണ്ട്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിനെതിരെ പടയൊരുക്കം നടത്തിയിട്ടുള്ള വലിയ കൊമ്പുവച്ച ആളുകളെ പോലും ഇരുത്തേണ്ടിടങ്ങളിൽ ഇരുത്തേണ്ട സമയത്ത് ഇരുത്തിയിട്ടുണ്ട് എന്നത് ചരിത്രം സാക്ഷിയാണ്. അത് എത്ര വലിയ ശക്തി സ്രോതസ്സുകളാണെങ്കിലും ശരി, അതൊക്കെ ചരിത്രം അതിന് സാക്ഷിയാണ്. നേരത്തെ പറഞ്ഞു വരുന്നത് പോലെ, നേരത്തെ അനുഭവങ്ങളിലൂടെ നിങ്ങളടക്കമുള്ള പ്രഭാഷകന്മാർ പറഞ്ഞു വന്നതുപോലെ സമസ്തക്ക് സമാന്തരമായിട്ടുണ്ടായിട്ടുള്ളത് മുഴുവൻ
മുഴുവൻ തകർക്കപ്പെടുകയോ നാമാവശേഷമാവുകയോ കാലത്തിൻ്റെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിൽ പോലും കാണാൻ കഴിയാത്ത വിധം അവ ഉന്മൂലനാശം സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്നതിന് ചരിത്രം സാക്ഷിയല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ ആളുകൾ സമസ്തയെ നെഞ്ചോട് ചേർത്ത് അതിൻ്റെ ആശയാദർശങ്ങളിൽ വിശ്വസിച്ച് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരെ അംഗീകരിച്ചും സമസ്തയുടെ കീഴ്ഘടകങ്ങളെയും അതിൻ്റെ നേതാക്കളെയും അതിൻ്റെ സംഘടനാ ചാനലുകളെയും ഒക്കെ ബഹുമാനിച്ചു മുന്നോട്ട് പോകുന്നവർ ഇത്തരക്കാരുടെ കെണിവലകൾ അവർ ഒരുക്കുന്ന നെറ്റ്വർക്കുകളെ കൃത്യമായി വിലയിരുത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ സർവനാശം നമുക്ക് സംഭവിക്കാൻ പോവുകയാണ്. ഇടയ്ക്കിടെ വിഷയങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന നേരത്തൊക്കെ പറയുന്ന ഒരു വർത്തമാനമാണ് 1989 ആ കാലഘട്ടങ്ങളെ വീണ്ടും ആവർത്തിക്കുന്ന തരത്തിലേക്കാണ് ചിലരൊക്കെ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് സമസ്തയുടെ നേതാക്കളെയും യുവജന നേതാക്കളെയും ഒക്കെ കുറ്റപ്പെടുത്തുന്ന ഒരു രീതി. ബഹുമാനപ്പെട്ട പാണക്കാട് ചെയ്ത് സാദിഖ് അലി ശിഹാബ് തങ്ങളല്ലേ പറഞ്ഞത്, ഏതോ ഒരു കാലത്ത് ഭിന്നിച്ചു എന്നതിൻ്റെ പേരിൽ എക്കാലത്തും അങ്ങനെ ഭിന്നിച്ചു നിൽക്കണം എന്ന് പറയുന്നത് ശരിയല്ല. ആ പാണക്കാട്ട തങ്ങളെയല്ലേ നിങ്ങൾ ധിക്കരിച്ചത്? വഖൂലു ലിന്നാസി ഹുസ്ന എന്ന് പാണക്കാട്ട തങ്ങൾ പറഞ്ഞില്ലേ? ജനങ്ങളോട് നല്ല രീതിയിൽ സംവദിക്കാനാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടില്ലേ? എന്നാൽ ആ മഹത്തുക്കളായ ആളുകളുടെ പേരിൽ പോലും കളവുകൾ കെട്ടിച്ചമച്ച് നിങ്ങൾ ഉതിർത്തുവിടുന്ന ഈ വിഷമുണ്ടല്ലോ, നിങ്ങൾ പ്രസരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷമുണ്ടല്ലോ, അത് പാണക്കാട്ട തങ്ങളെ അപമതിക്കലല്ലേ? അതുകൊണ്ട് ഉദരപൂരണത്തിനാണെങ്കിലും ന്യായമല്ലാത്ത കാര്യങ്ങൾ പറയുന്നവരെ കൃത്യമായി നിരീക്ഷിച്ച് മനസ്സിലാക്കി വെച്ചിട്ടില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് വലിയ അപകടമുണ്ടാകും. ഈ ഉമ്മത്ത് തളരാതെ പിളരാതെ മുന്നോട്ട് പോകേണ്ട അനിവാര്യത ബഹുമാനപ്പെട്ട വരക്കലത്തങ്ങളുടെ ആശ പോലെ തന്നെ ഇമാം മഹ്ദിയിലേക്ക് എത്തേണ്ട അതിൻ്റെ ആ ആവശ്യകത അനിവാര്യത മനസ്സിലാക്കി സത്യത്തിൻ്റെ ഒപ്പം മുറുകെ പിടിച്ചുകൊണ്ട് സമസ്തയുടെ പതാക നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് കഴിയണം. ലാ യഖാഫൂന ലൗമത ലായിം എന്ന് പറഞ്ഞതുപോലെ ആക്ഷേപകരുടെ ആക്ഷേപങ്ങളെ വകവെക്കാതെ ഏതെല്ലാം നിലക്ക് ഭീഷണിപ്പെടുത്തിയാലും ഏതെല്ലാം നിലക്ക് ഈ ദൗത്യ നിർവഹണത്തിൽ നിന്ന് പിന്നോട്ടടിക്കാനുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായാലും അതിലൊന്നും വീണു പോകാതെ ഇന്ന നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആൺകുട്ടികളുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ആ ആൺകുട്ടികളുടെ സ്വഭാവത്തോടുകൂടെ സമസ്തക്ക് വേണ്ടി ഇന്ന് നടത്തുന്ന ജിഹാദ് ഇത്തരക്കാരായ ആളുകളെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു കാട്ടി പ്രവർത്തകർക്ക് നേരായ മാർഗം ഏതാണെന്ന് പറഞ്ഞു കൊടുക്കലാണ് പണ്ഡിത ധർമ്മവും പണ്ഡിത ദൗത്യവും. അത് നിർവഹിക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുക എന്നതാണ് സാധാരണക്കാരായ സമസ്തയുടെ പ്രവർത്തകരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അള്ളാഹു എല്ലാ അർത്ഥത്തിലും സമസ്തക്കൊപ്പം നിന്ന് പ്രവർത്തിച്ച് സമസ്തയെ ജീവിപ്പിച്ച് സമസ്തക്കൊപ്പം നിന്ന് ഈമാനോടുകൂടെ മരിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.